മട്ടന്നൂർ ചാവശ്ശേരി ബസ് കത്തിക്കലിന് 55 വർഷമായി. അതും സംസ്ഥാനത്ത് ഇടത് സർക്കാർ പ്രഖ്യാപിച്ച ഡയസ്നോണുമായി എന്ത് ബന്ധമാണുള്ളത്? ബന്ധമുണ്ട്. സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ സർവീസ് സംഘടനകളും ഭരണകക്ഷിയായ CPIയുടെ സംഘടനകളും ബുധനാഴ്ച കേരളത്തിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡയസ്നോൺ പ്രഖ്യാപിച്ചാണ് സർക്കാർ അതിനെ നേരിടുക. ഒരു ദിവസത്തെ ശമ്പളം കുറവ് ചെയ്യുമെന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്നത്. 55 വർഷം മുമ്പ് അച്യുതമേനോൻ സർക്കാർ ഡയസ്നോൺ ഏർപ്പെടുത്തിയ നടപടിക്കെതിരെ സമരം നടത്തിയ CPM സംഘടനയിൽപ്പെട്ട ചിലർ 4 ബസ് യാത്രക്കാരെ ചുട്ടരിച്ചതിൻ്റെ വാർഷിക ദിനമാണ് ഈ ചൊവ്വാഴ്ച മട്ടന്നൂർ ചാവശ്ശേരി ബസ് കത്തിക്കൽ. തൊഴിലാളി സമരത്തിൻ്റെ പേരിൽ സംസ്ഥാനത്ത് നടന്ന ഒരുപക്ഷെ ഏറ്റവും ക്രൂരവും നെറുകെട്ടതുമായ സമരമാണ് അന്ന് ഡയസ്നോണിൻ്റെ പേരിൽ മട്ടന്നൂരിലെ ചാവശ്ശേരിയിൽ നടന്നത്. 67 EMS സർക്കാരിൻ്റെ കാലത്ത് KSRTCയിൽ അനധികൃതമായി നിയമനം കിട്ടിയെന്ന് പറയുന്ന 800 പേരെ അച്യുതമേനോൻ സർക്കാർ പിരിച്ചുവിട്ടു. ഇതോടെ സംസ്ഥാന വ്യാപകമായി സമരവും അക്രമങ്ങളും നടന്നു. വലത് കമ്മ്യൂണിസ്റ്റ് എന്ന് അന്ന് CPM ആക്ഷേപിച്ച അച്യുതമേനോനുള്ള പകയായിരുന്നു സമരത്തിൻ്റെ പ്രധാന കാരണം. മട്ടന്നൂർ ഇരിട്ടി റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ഒരു KSRTC ബസ് ആക്രമിക്കാനും തീയിടാനും അന്ന് തീവ്ര സമരക്കാർ പദ്ധതിയിട്ടു. 19-ാം മൈലിനും കളർ റോഡിനും ഇടയിലുള്ള വിജനമായ ഇടമായിരുന്നു അവർ തിരഞ്ഞെടുത്തത്. വൈകിട്ട് 7:30 മണിയോടെ ഇരുട്ടിൽ നിന്നുള്ള അവസാന ബസ്സിനെ ആക്രമിക്കാൻ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി. ബസ് തടഞ്ഞ് ഡോർ തുറന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. അന്നത്തെ ബസ്സിനൊക്കെ ഒരൊറ്റ ഡോർ മാത്രമുണ്ടായിരുന്നത്, പഴഞ്ചൻ ബസ്സുകൾ. അങ്ങനെ മുന്നറിയിപ്പില്ലാതെ വന്ന ആക്രമണത്തിൽ യാത്രക്കാർ പരിഭ്രാന്തരായി. എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ബസ് അഗ്നിക്കിരയായി. രക്ഷപ്പെടും മുമ്പേ തന്നെ വാതിലും അടയ്ക്കപ്പെട്ടു. ചിലർ ജനലുകളിലൂടെ പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഡോറുകൾക്ക് അടുത്തുണ്ടായിരുന്നവർ കുടുങ്ങിപ്പോയി. ഒരാൾ സംഭവ സ്ഥലത്തും 3 പേർ ആശുപത്രിയിൽ മരിച്ചു. അങ്ങനെ CPMനെതിരെ പതിവ് പോലെ രാജ്യവ്യാപകമായി പ്രതിഷേധമുയർന്നു. പതിവ് പോലെ CPM ഈ സംഭവത്തിന് തങ്ങളുടെ പങ്ക് നിഷേധിച്ചു. നിയമസഭയിൽ CPM നടപടിക്കെതിരെ രൂക്ഷമായ പ്രതിഷേധമുയർന്നപ്പോൾ അടിയന്തര പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് 1970 ജനുവരി 23 അന്നത്തെ ആഭ്യന്തരമന്ത്രി CH മുഹമ്മദ് കോയ സഭയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: 50ഓളം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. തീ പിടിച്ചപ്പോൾ ബസ് ആകെ കത്തി നശിച്ചു. യാത്രക്കാരെല്ലാം എരിയുന്ന ബസ്സിൽ നിന്നും അതിവേഗം പുറത്തു ചാടി. ഒരാളൊഴികെ മറ്റു യാത്രക്കാരെല്ലാം രക്ഷപ്പെട്ടു. ഒരു യാത്രക്കാരൻ കുടുങ്ങി കരിഞ്ഞ് നശിച്ചുപോയി. 18 പേർക്ക് കഠിനമായ പരിക്കുണ്ടായി. ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉത്തരവാദികളെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസ് ചെയ്യുന്നു. ഈ ദാരുണ സംഭവത്തെക്കുറിച്ച് അന്നത്തെ മുഖ്യമന്ത്രി C അച്യുതമേനോൻ മാധ്യമപ്രവർത്തകനായ തെക്കുഭാഗം മോഹൻ ഒരു അഭിമുഖം നൽകി. ജീവിത അവസാനം വരെ അച്യുതമേനോനെ വേട്ടയാടിയ സംഭവമായിരുന്നു ഇത്. താൻ ആദ്യമായി മുഖ്യമന്ത്രി പദം രാജിവെക്കാൻ ആലോചിച്ചത് ഈ സംഭവം നടന്ന കാലത്താണെന്ന് അച്യുതമേനോൻ വ്യക്തമായി പറഞ്ഞത് എഴുതി വെച്ചിട്ടുണ്ട്. 1970 ജനുവരി 21 സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ ചിലർ പണിമുടക്കിനെ അക്രമാസക്തമാക്കിയപ്പോൾ പിരിച്ചുവിടാൻ സർക്കാർ തീരുമാനിച്ചെന്ന് അച്യുതമേനോൻ പറയുന്നു. അവരെ പിരിച്ചുവിടാൻ, അങ്ങനെ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായി CITU തൊഴിലാളികൾ പ്രക്ഷോഭത്തിലായി. ജനുവരി 21 കണ്ണൂർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്നും 50-ൽ പരം യാത്രക്കാരുമായി തിരിച്ച ബസ്സാണ് മട്ടന്നൂർ കവലയിൽ അക്രമികൾ തടഞ്ഞ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. യാത്രക്കാരെ ഇറക്കിവിടാനുള്ള സന്മനസ് പോലും EMSൻ്റെയും AKGയുടെയും അണികൾ പ്രകടിപ്പിച്ചില്ലെന്ന് അച്യുതമേനോൻ അന്ന് വികാരാധീനനായാണ് പറഞ്ഞത്. മനുഷ്യത്വം മരവിച്ചവർ പോലും അത് കണ്ടുമറിഞ്ഞും അയ്യോ എന്ന് സ്വയം വിലപിച്ചു പോയി. ഭരണകൂടത്തെ നേടാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിൽ അതിനു മുമ്പും പിമ്പും ഇത്ര നീചവും നിന്ദ്യവുമായ കിരാതപർവം ആടിയിട്ടില്ലെന്നും ഇതാണോ മഹാനായ മാർക്സ് വിഭാവനം ചെയ്തത് എന്ന് നിരീക്ഷകരാകെ ചോദിച്ചതായും അവരൊക്കെ എന്ന് മാർക്സിനെ ശപിച്ചതായും ഇങ്ങനൊരു പ്രത്യയശാസ്ത്രം ഉണ്ടാക്കിയതിനും ഇങ്ങനൊരു പാർട്ടി ഉണ്ടാക്കാൻ കാരണമായതിനും ശപിച്ചെന്നുമാണ് അച്യുതമേനോൻ തെക്കും ഭാഗം മോഹന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതും അതൊരു പുസ്തകമായി അച്ചടിച്ചു വരികയും ചെയ്തു. ജനരോഷം ഉയർന്നപ്പോൾ പതിവ് പോലെ CPM സമരത്തെ തള്ളിപ്പറഞ്ഞ് CITU തൊഴിലാളികളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. പിന്നീട് നാട്ടിലുടനീളം കൊലയാളികളുടെ കേസ് നടത്താൻ CPM ബക്കറ്റ് പിരിവ് നടത്തി. അതാണ് CPMൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ബക്കറ്റ് പിരിവ് എന്നുവരെ അന്ന് വാർത്തകൾ വന്നിരുന്നു. വാർത്തകൾ മാത്രമല്ല, ബക്കറ്റ് പിരിവ് നടത്തി സുപ്രീം കോടതി വരെ CPM പോയി കേസ് നടത്തിയെന്ന് അന്നത്തെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന MV രാഘവൻ തൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അതേ CPM സർക്കാരാണ് ഇന്ന് സമരം ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്കെതിരെ സ്വന്തം മുന്നണിയിൽപ്പെട്ട CPI അടക്കമുള്ള ഘടകകക്ഷികളിലെ ജീവനക്കാർക്കെതിരെ ഡയസ്നോൺ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒരു ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യുമെന്ന് പറയുന്ന ഇതേ സർക്കാർ ഓർക്കണം, ഇതേ സർക്കാർ ജീവനക്കാരുടെ കയ്യിൽ നിന്നുമാണ് നിങ്ങൾ പ്രളയമുണ്ടായപ്പോഴും വയനാട് ദുരന്തമുണ്ടായപ്പോഴും ഒക്കെ 5ഉം 10ഉം ദിവസം ശമ്പളം അനുമതി പോലും വാങ്ങാതെ കട്ട് ചെയ്തെടുത്തത്. ആ സർക്കാരാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഡയസ്നോൺ ഏർപ്പെടുത്തിയത്. ഒരുപക്ഷേ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സർക്കാർ ജീവനക്കാരുടെ വികാരം മാറ്റിയെടുക്കാൻ ഈ ഡയസ്നോട് കഴിഞ്ഞെങ്കിലോ എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷവും പ്രതീക്ഷിച്ചു ഇരിക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ?
യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.